ചൂട് കൂടിയതോടുകൂടി ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമെല്ലാം എത്തുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിച്ചുവെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ സമയത്ത് നോക്കുമ്പോൾ വർഷം വലിയ കുറവാണ്. കഴിഞ്ഞ വർഷം കൊള്ളായിരുന്നു. ഈ മാസം ഏപ്രിലൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഇത്ര ചൂടില്ലായിരുന്നു. ഇപ്രാവശ്യത്തിൽ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് വിദേശികളും നാട്ടുകാരും ഒക്കെ ടൂറിസ്റ്റുകളും വരുമാനത്തിൽ വലിയ കുറവുണ്ടാവുന്നു. ഭയങ്കരമായിട്ട് കുറവുണ്ട്. ചൂട് നല്ല ചൂടാണ്. ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. വെള്ളം കുടിച്ച് നിൽക്കുകയാണ്. പിന്നെ എല്ലാ ടൂറിസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് കച്ചവടവും കുറവാണ്. ചൂടുണ്ട്, ഭയങ്കര ചൂടല്ലേ, ഇരിക്കാൻ പറ്റണ്ടല്ലോ. വളരെ കുറവാണ് ഈ ചൂടത്താരും. വെള്ളക്കാര് നമുക്ക് പറ്റണ്ട, പിന്നെ വെള്ളക്കാർ വരും. വളരെ കുറവ്, വളരെ കുറവാണ് കച്ചവടത്തിന്. പിന്നെ ശരിക്കും വായിച്ചിട്ടല്ലേ. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. കച്ചവടവും വളരെ കുറവാണ്. ചൂടായതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ കുറവാണ്. വീട്ടിലൊക്കെ നല്ല ചൂടാണ്, ഫാൻ ഇട്ടിട്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്താ ചൂട്, ചൂടിനൊരു കുറവില്ല. ആൾക്കാർ വരണില്ല. ഇങ്ങനെ ഞങ്ങള് രാവിലെ 8:30 വന്ന് 5:30 മണി വരെ ഇങ്ങനെ ഒഴുകണേ. ആള് മഞ്ഞില്ല, പേടിച്ചിട്ട് ഉച്ചയുണ്ട്, ആരും മഞ്ഞില്ല. വൈകിട്ടൊക്കെ ആള് വരുന്നത്. എനിക്ക് പറയാൻ ആളിറങ്ങണ്ടേ, ആളിറങ്ങിയല്ലേ വേണ്ടി കച്ചവടം നടക്കുള്ളൂ. ആളിറങ്ങണല്ലേ, ആരും മഞ്ഞില്ല. ചൂടായിട്ടല്ലേ ഒറ്റയിടം പറ്റക്കിറങ്ങുള്ള. ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. ഫുൾ ടൈമില്ല. രാവിലെ ഇറക്കും, 7 മണി 8 മണിക്ക് ഇറക്കും. ഒരു 5-6 മണി വരെ ഓടും. നല്ല ചൂടുണ്ട്. അതെനിക്ക് ഉച്ച സമയത്ത് കയറ്റിയിടും. എനിക്ക് തോന്നണ ഒരു 38 ഡിഗ്രി അങ്ങനെയുള്ള 38 ഇടുന്നു. പിന്നെ എനിക്ക് അപ്പുറം ഒന്നും പാലക്കാടല്ലേ, പാലക്കാടൊക്കെ കുഴപ്പമില്ല, ജീവിക്കണ്ടേ, ചെയ്യാൻ പറ്റും. So hot and sweaty, I can't even walk like 5 minutes here. It's a bit humid, but then we are at a coastal place, can't expect much. I guess rental might be a small problem because there aren't much rental scooty spots. It's humid, it's more humid here, but it's still better because in Hyderabad I'm killing myself every day and I cannot live without AC, but I can at least live without AC here. More warmer, like more manageable, but more hot than as we expected to be. ഈ ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. ഞങ്ങൾ ഓട്ടോക്കാരൊക്കെ ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഓട്ടോക്കാരുണ്ട്. ഇപ്പോൾ ചൂട് കൂടി ആളുകൾ ഇപ്പോൾ മലയാളികളാണ്. ഈ ഹിന്ദിക്കാരും തമിഴ് അവരൊന്നും വരാറില്ല. ഇപ്പോൾ കുറവാണ് വന്നത്. ചൂട് കൂടിയതുകൊണ്ട് ഗസ്റ്റ് ഹൗസിൽ ഹോം സ്റ്റേകളിൽ ഗസ്റ്റ് നിൽക്കുന്നില്ല. ഫോർട്ട് കൊച്ചി ഏരിയയിൽ ചൂട് കൂടുതലുണ്ട്. ഹോം സ്റ്റേയിൽ ആള് നിൽക്കുന്നില്ല, കാരണം ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ പുറത്തിറങ്ങി യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിപ്പോൾ നിൽക്കുന്നില്ല.